നമസ്കാരം. റോബൻ ദ്വീപിലായിരുന്നു ജയിൽ. കേപ്പ് ടൗൺ നഗരത്തിൽ നിന്ന് 7 മൈൽ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. വർഷം 1964. തീയതി ജൂൺ 13. ദക്ഷിണാഫ്രിക്കയെ ബ്രിട്ടീഷ് കോളനി ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഐതിഹാസിക പോരാട്ടം നടത്തിയ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ അനശ്വരനായ നേതാവ് നെൽസൺ മണ്ടേലയുടെ ജയിലിലെ ആദ്യ ദിനമായിരുന്നു അന്ന്. 20 വർഷമല്ലേ നിന്റെ ശിക്ഷ? നിന്റെ അന്ത്യം ഈ ജയിലിൽ തന്നെ ആയിരിക്കും. മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരും വന്നില്ലെങ്കിൽ ചാക്കിൽ കെട്ടി കടലിൽ താഴ്ത്തും. അതാണ് പതിവ്. ശിക്ഷ അനുഭവിക്കാനെത്തിയ കറുത്ത വർഗക്കാരനായ നേതാവിനെ ഇരുട്ടറ പോലുള്ള ജയിലിലേക്ക് തള്ളിവിട്ടുകൊണ്ട് കിരാതനായ വെള്ളക്കാരൻ ജയിൽ വാർഡർ അലറി. അതിനുശേഷം കറുത്തവരെക്കുറിച്ച് ജ്വലിക്കുന്ന അവജ്ഞയോടെ സംസാരിച്ചു. നിനക്ക് വധശിക്ഷയാണ് കിട്ടേണ്ടിയിരുന്നത്, പക്ഷേ ജഡ്ജി കനിഞ്ഞു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഇവിടെ ആരാച്ചാർ പണിയില്ലാതെ ഇരിക്കുന്നു. ആരാച്ചാരെ നിനക്ക് കാണിച്ചു തരാം. വാർഡറുടെ ശബ്ദം കനത്തു. തുടർന്ന് വാർഡറുടെ വേതാള ചേഷ്ടകൾ അഴിഞ്ഞാടി. വാർഡർ വീണ്ടും അലറി. ഒരൊറ്റ ദിവസത്തെ ഇളവ് പോലും നിനക്ക് ശിക്ഷയിൽ കിട്ടില്ല. നീ എല്ലുമുറിയെ പണിയെടുക്കണം. രാവിലെ എടുത്താൽ പൊങ്ങാത്ത ചുറ്റിക കിട്ടും. നീ പാറകളും ഉപ്പുകല്ലുകളും പൊട്ടിക്കണം. കനത്ത ലാത്തി കൊണ്ട് നേതാവിനെ ജയിൽ മുറിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് വാർഡർ വീണ്ടും അലറി. എടാ, നിന്റെ കഴുത്തിൽ കയർ വീഴേണ്ടതായിരുന്നു. അപ്പോൾ നേതാവ് ആദ്യമായി ശബ്ദിച്ചു. വധശിക്ഷ കിട്ടിയിരുന്നുവെങ്കിലും തല ഉയർത്തി തൂക്കുമരത്തിലേക്ക് പോകുമായിരുന്നു. മിണ്ടിപ്പോകരുത്, വാർഡർ രോഷം നിയന്ത്രിക്കാനാവാതെ അലറി. അയാളുടെ ഭാവം മാറി. നേതാവ് പ്രതീക്ഷിച്ചത് അപ്പോൾ സംഭവിച്ചു. വാർഡറുടെ ലാത്തി തോളിൽ ആഞ്ഞു പതിച്ചു. കാഷ്യസ് ക്ലേയെയും ടൈസനെയും ആരാധിച്ചിട്ടുള്ള നേതാവ് ആ അടി അനായാസമായി തടുത്തു. എൻ്റെ അടി നീ തടുക്കുകയോ? വാർഡർ രോഷത്തോടെ അലറി. നീ ചുവരിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കൂ. വാർഡറുടെ ലാത്തി പലതവണ പുറത്ത് പതിച്ചു. സാഡിസ്റ്റായ വാർഡർക്ക് ആത്മനിർവൃതിയുടെ നിമിഷം. മണ്ടേലയോടൊപ്പം പോരാടിയ 2 മലയാളികൾ എന്ന പേരിലുള്ള ഈ പുസ്തകം തുറക്കുന്നത് നെൽസൺ മണ്ടേല എന്ന ലോക നേതാവിൻ്റെ ഇത്തരം വേദന നിറഞ്ഞ അനുഭവങ്ങളോടെയാണ്. മണ്ടേലയ്ക്കൊപ്പം ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എല്ലുമുറിയെ നെഞ്ചു പിടഞ്ഞ് പോരാടിയ മലയാളികളുടെ ജീവിതം രേഖപ്പെടുത്താൻ അവരുടെ നേതാവ് 27 വർഷം ജയിലിൽ ഏറ്റുവാങ്ങിയ ഇത്തരം ക്രൂരതകളുടെ നേർചിത്രങ്ങൾ ധാരാളമാണല്ലോ. കേരളീയർക്കെല്ലാം അഭിമാനമുണർത്തുന്ന ഒരു അന്വേഷണത്തിന്റെ നീക്കിയിരിപ്പാണ് ഈ പുസ്തകം. മാതൃഭൂമി ദിനപത്രത്തിലെ നിയമകാര്യ ലേഖകനും പ്രമുഖ പരിസ്ഥിതി പത്രപ്രവർത്തകനുമായ ജി ഷഹീദ് അത്യന്തം ആവേശത്തോടെ നടത്തിയ ഒരു അന്വേഷണത്തിന്റെ അതിശയകരമായ ഏടുകളാണ് മണ്ടേലയോടൊപ്പം പോരാടിയ 2 മലയാളികൾ എന്ന പുസ്തകം. ഒരുപക്ഷെ ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടു പോകുമായിരുന്ന ഒരു നിധി പേടകമാണ് ഷഹീദ് തൻ്റെ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെ ലോകത്തിനു മുന്നിൽ തുറന്നു വെക്കുന്നത്. ആമുഖത്തിൽ അദ്ദേഹം പറയുന്നു, നെൽസൺ മണ്ടേലയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായി ധീരമായി പോരാടിയ 2 മലയാളികൾ, പാലക്കാട്ടുകാരനായ ബില്ലി നായരും മൂവാറ്റുപുഴക്കാരനായ പോൾ ജോസഫും. അവർ 2 പേരും ഇന്ത്യൻ വംശജരാണെന്ന് പാർട്ടി പ്രവർത്തകർക്കും ചരിത്രകാരന്മാർക്കും അറിയാമായിരുന്നെങ്കിലും ഇവർ മലയാളികളാണ് എന്ന് ആരും മനസ്സിലാക്കിയിരുന്നില്ല. അജ്ഞാതരായി കഴിഞ്ഞ ഇവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ നീണ്ട 4 വർഷത്തെ പരിശ്രമം കൊണ്ട് സാധിച്ചു. ഇന്ത്യയിലും ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലുമുള്ള 100 കണക്കിന് പേരുമായി സംസാരിക്കാനും ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാനും കഴിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അതൊരു സാഹസിക യാത്ര തന്നെയായിരുന്നു. ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ അത് നമുക്കും ബോധ്യപ്പെടും. ബില്ലി നായർ 1.5 പതിറ്റാണ്ട് മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞു. പോൾ ജോസഫ് ഇപ്പോഴും ലണ്ടനിലുണ്ട്. മലയാളി ബന്ധത്തിന്റെ നൂലിഴ തേടി ഒരുപാട് അലഞ്ഞ എഴുത്തുകാരൻ ഷഹീദിന് മുന്നിൽ ഒരു വെള്ളി രേഖയായി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ജർമ്മനിയിൽ താമസിക്കുന്ന ബില്ലി നായരുടെ ചേച്ചി
കല്യാണി നായരായിരുന്നു. അച്ഛനുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരുന്നത് കല്യാണി ആയിരുന്നു. അച്ഛൻ്റെ സ്വദേശം പാലക്കാട്ടുള്ള കുണ്ടളശ്ശേരിയാണെന്ന് അങ്ങനെയാണ് കല്യാണിക്ക് അറിയാൻ കഴിഞ്ഞത്. ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ആകെ പ്രസിദ്ധനായ ബില്ലി നായർ ആദ്യം ഡർബനിലും നേറ്റാളിലും റിക്ഷ തൊഴിലാളികളെ സംഘടിപ്പിച്ചാണ് നേതൃവിജയത്തിൻ്റെ പടവുകൾ ഒന്നൊന്നായി ചവിട്ടിക്കയറിയത്. വർണ്ണവിവേചനത്തിനെതിരായ സമരങ്ങളിൽ ബില്ലി നായർ മുൻനിരയിൽ നിലയുറപ്പിച്ചു. പോരാട്ടത്തിന് പുതിയ മാർഗങ്ങൾ വേണം. വേദിയിൽ നിന്ന് പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല. നമുക്ക് രക്തം ചിന്തേണ്ടി വരും. അത് പാഴാകില്ല എന്ന മണ്ടേലയുടെ വാക്കുകൾ ബില്ലി നായരെ പോരാട്ട മുഖങ്ങളിലെ കുന്തമുനയാക്കി. പിന്നീട് അങ്ങോട്ട് കേട്ടുകേൾവിയില്ലാത്ത കുറ്റങ്ങളുടെ പേരിൽ 20 വർഷത്തെ ജയിൽവാസം. 1952 ആദ്യ ബാച്ചിലെ 21 സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ ബില്ലി നായരും ഉണ്ടായിരുന്നു. ബെറിയ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സമരം. വെള്ളക്കാർക്ക് മാത്രം എന്ന് എഴുതി വെച്ചിരുന്ന ബസ്സിൽ കറുത്തവരായ നാട്ടുകാരും ഇന്ത്യക്കാരും കയറിയിരുന്നു. ബില്ലി നായർ നേതൃത്വം നൽകി. എല്ലാവരെയും പോലീസ് വലിച്ചിഴച്ച് വാനിൽ കയറ്റി. ലാത്തിക്ക് അടിച്ചു, ചവിട്ടുകയും ചെയ്തു. വാനിൽ നിരവധി പോലീസുകാരുണ്ടായിരുന്നു. അവരെല്ലാം കൂടി നിന്ന് സമരക്കാരെ കഴുത്തിനു പിടിച്ച് ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. പ്രതികളെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി. മജിസ്ട്രേറ്റ് ചോദിച്ചു, നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ? സമര നേതാവ് ബില്ലി നായർ മറുപടി നൽകി, അതെ, അനീതിക്കെതിരെയുള്ള സമരമാണിത്. അത് കുറ്റമാണെന്ന് കോടതിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശരി, ഞങ്ങൾ കുറ്റം ചെയ്തിരിക്കുന്നു. 1994 മണ്ടേല അധികാരമേറിയപ്പോൾ ബില്ലി നായരെ മന്ത്രിയാകാൻ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം അത് സ്നേഹത്തോടെ നിരസിച്ചു. MP ആയ ബില്ലി നായർ രാജ്യമെങ്ങും സഞ്ചരിച്ച് തൊഴിലാളികളെ സംഘടിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു. ഇതിനിടയിൽ ഇന്ത്യയും ബില്ലി നായരെ ആദരിച്ചു. വിദേശ ഇന്ത്യക്കാർക്കുള്ള ഉന്നത പുരസ്കാരമായ പ്രവാസി ഭാരതീയ സമ്മാൻ 2007 രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ബില്ലി നായർക്ക് സമ്മാനിച്ചു. 2008 89ാമത്തെ വയസ്സിൽ ബില്ലി നായർ വിട പറഞ്ഞു. 2011 ഭാര്യ എൽസിയും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഏകമകൾ ഇപ്പോൾ ലണ്ടനിലാണ് താമസം. ബില്ലി നായരുടെ ഉറ്റ സുഹൃത്തായിരുന്ന പോൾ ജോസഫിനെ കുറിച്ച് നടത്തിയ അന്വേഷണങ്ങൾ ഒരു എത്തും പിടിയുമില്ലാതെ നീങ്ങുന്നതിനൊടുവിലാണ് അദ്ദേഹം ലണ്ടനിലുണ്ട് എന്ന് കണ്ടെത്തുന്നത്. പ്രായത്തിൻ്റെതായ അവശതകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് തൻ്റെ പോരാട്ട ചരിത്രങ്ങൾ അറിയാൻ ആദ്യമായി ഒരു ഫോൺ കോൾ എത്തിയതിൻ്റെ അതീവ സന്തോഷത്തിലായിരുന്നു ജി ഷഹീദ് വിളിക്കുമ്പോൾ പോൾ ജോസഫ്. അദ്ദേഹം ഓർമ്മകളുടെ അറകൾ ഒന്നൊന്നായി തുറന്നു വെച്ചു. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളിൽ ചെന്നാൽ കറുത്തവർക്ക് അകത്ത് പ്രവേശനമില്ല. പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ സെയിൽസ്മാൻ എടുത്തു തരും. വെള്ളക്കാർ അകത്തില്ലാത്തപ്പോൾ പോലും കറുത്തവർക്ക് പ്രവേശനമില്ലായിരുന്നു. പള്ളിയിൽ പോയാൽ വെള്ളക്കാർ മുൻനിരയിൽ നിന്ന് പ്രാർത്ഥിക്കും, കറുത്തവർ പിന്നിൽ നിൽക്കണം. സിനിമയിലെ ചില രംഗങ്ങൾ നോക്കൂ. അമേരിക്കയിലോ യൂറോപ്പിലോ ഉള്ള സിനിമയിൽ കറുത്തവരും വെളുത്തവരും ഒന്നിച്ചു നിൽക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന രംഗങ്ങൾ എല്ലാം ദക്ഷിണാഫ്രിക്കൻ സെൻസർ ബോർഡ് മുറിച്ചു നീക്കിയിരിക്കും. മണ്ടേലയെയും മറ്റു നേതാക്കളെയും ജയിലിൽ അടച്ചതോടെ പോരാട്ടം ദുർബലമായി. അതോടെ പോലീസിന്റെ ആക്രമണം രൂക്ഷമായി. പോൾ ജോസഫിന്റെ ഭാര്യ അഡലൈഡും രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ സജീവമായിരുന്നു. ഒരു ദിവസം ജോഹാനസ്ബർഗിലെ പോലീസ് മേധാവി അഡലൈഡിനോട് ചോദിച്ചു, സുന്ദരിയായ നിങ്ങൾ എന്തിനാണ് ഒരു കാടനെ പോലെയുള്ള പോൾ ജോസഫിനൊപ്പം കഴിയുന്നത്? അദ്ദേഹം എനിക്ക് സുന്ദരനാണ്, വേണ്ടത്ര സുഖം എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. അഡലൈഡിന്റെ മറുപടി കേട്ട പോലീസ് മേധാവി കൂടുതൽ ഒന്നും ചോദിച്ചില്ല. അദ്ദേഹം അവരോട് ക്ഷമ പറഞ്ഞു. അങ്ങനെ പോലീസ് അതിക്രമങ്ങൾ വീടുകളുടെ അകത്തളങ്ങളിലേക്കും കടന്നു കയറിയതോടെയാണ് പോൾ ജോസഫ് ദക്ഷിണാഫ്രിക്ക വിടാൻ തീരുമാനിക്കുന്നത്. ഏതു നിമിഷവും പിടിക്കപ്പെടാം എന്നുള്ളതുകൊണ്ട് ഇരുട്ടിന്റെ മറവിൽ അതിസാഹസികമായി പോൾ ജോസഫും കുടുംബവും ബോട്സ്വാനയിൽ അഭയം തേടി. പിന്നീട് സാംബിയയിൽ. അവിടെ നിന്നാണ് കുടുംബത്തോടൊപ്പം ലണ്ടനിലെത്തിയത്. മണ്ടേലയെ പോലെ മണ്ടേലയുടെ പോരാട്ടത്തിനൊപ്പം നിലയുറപ്പിച്ചിരുന്ന
ഭാര്യ വിന്നി മണ്ടേലയുമായും പോൾ ജോസഫും കുടുംബവും വലിയ ആത്മബന്ധം ഉണ്ടാക്കിയിരുന്നു. മണ്ടേലയും വിന്നിയും വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു. ആ ബന്ധത്തിൻ്റെ വൈകാരിക തലങ്ങളൊക്കെ അതീവ തീവ്രതയോടെ പുസ്തകത്തിൽ ഷഹീദ് വിവരിക്കുന്നുണ്ട്. 1992 ഏപ്രിൽ 13 അന്ന് മണ്ടേല ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. വർണ്ണവിവേചന നയത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ നിർണായക ഘട്ടത്തിലാണ് ഞങ്ങൾ വിവാഹിതരായത്. തിരക്കിട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ ദാമ്പത്യ ജീവിതം വേണ്ടത്ര ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമായിരുന്നു. 27 വർഷം ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എന്നെ സാന്ത്വനിപ്പിച്ച് ശക്തി പകർന്ന നെടുന്തൂണായിരുന്നു വിന്നി. പക്ഷേ വേർപിരിയേണ്ട സാഹചര്യമുണ്ടായി. ഞങ്ങൾ പരസ്പരം ആലോചിച്ച ശേഷമാണ് ഈ തീരുമാനമെടുത്തത്, മണ്ടേല പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ മണ്ടേലയോടൊപ്പം പോരാടിയ 2 മലയാളികൾ എന്ന ഈ പുസ്തകത്തിൻ്റെ അവസാന പേജുകളിലേക്ക് എത്തുമ്പോൾ എഴുത്തുകാരൻ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു വലിയ അത്ഭുതമുണ്ട്. അത് മൂവാറ്റുപുഴയിലെ ആഫ്രിക്ക വീടിനെ കുറിച്ചാണ്. അതിന് ആഫ്രിക്ക വീടെന്ന് പേര് വന്നതും ആ വീട്ടിലേക്ക് എത്തിയതും അതിനു താണ്ടിയ വഴികളും വായനക്കാരെ ഹരം പിടിപ്പിക്കുന്ന തരത്തിലാണ് ഷഹീദ് വിവരിക്കുന്നത്. നെൽസൺ മണ്ടേലയ്ക്കൊപ്പം വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയവരിൽ ഒരാൾക്ക് എങ്ങനെ ഈ വീടുമായി ബന്ധമുണ്ടായി എന്ന ചോദ്യത്തിൻ്റെ സസ്പെൻസ് കളയുന്നില്ല. അത് പുസ്തകത്തിൻ്റെ വായനക്കാർക്കായി ബാക്കി വയ്ക്കുന്നു.